പഠിച്ചിട്ടുണ്ടോ? വീട്ടിൽ നിന്ന് പഠിച്ചിട്ട് വന്നൂടെ? ഇന്നെന്താ കല്യാണം ഇല്ലാവോ? ചേച്ചി പാത്തോട്ടന്റെ പശു. ഞാൻ ഇപ്പൊ വരട്ടെ, ഒരു സൂത്രണ്ട്. എടി പെണ്ണെ, ആ പശു അവിടെ നിന്നോട്ടെ. ഈ പോണ വഴി കഴിഞ്ഞ ചവിട്ടും കൊണ്ടിട്ട് വേണ്ട സ്കൂൾക്ക് പോവാന്. എന്തായാലും കല്യാണം എന്നാലും നമ്മളിവിടെ വെറുതെ നിൽക്കല്ലേ? അതിന് പശു ചവിട്ട് കൊള്ളണമെന്നുണ്ടോ നിനക്ക്? അച്ഛനും തത്രാവും കുഞ്ഞാപ്പൊക്കെ വരുന്നുണ്ട്. ആണോ? എന്നാൽ നമുക്ക് പതുക്കെ ഇറങ്ങിയാൽ മതി. അവിടെ കുറച്ചു നേരം നമ്മൾ കാത്തു നിൽക്കട്ടെ. ആ കുഞ്ഞാപ്പ ചെറുക്കനില്ലേ, ചിലപ്പോ നമ്മളെ വന്ന് തല്ലിയിടും. നമുക്ക് കാണാത്ത പോലെ നിൽക്കാം. അതിനുള്ള ധൈര്യമൊന്നും അവനുണ്ടാവില്ല. എടി മീനു, നീ നന്നായി പഠിച്ചിട്ടുണ്ടോ? ഉണ്ട് ചക്കി, ഞാൻ നന്നായി പഠിച്ചിട്ടുണ്ട്. ഇത്തവണ എന്തായാലും ചിന്നുവിനേക്കാൾ മാർക്ക് എനിക്കാവും. ക്ലാസ്സിൽ എന്തായാലും നമുക്ക് രണ്ടുപേർക്കും ഫസ്റ്റ് ആവണം. നീ പഠിച്ചിട്ടില്ലേ? ഉണ്ട് മീനു, ഞാൻ കംപ്ലീറ്റ് പഠിച്ചിട്ടുണ്ട്. എന്തായാലും ഫസ്റ്റ് നമുക്ക് തന്നെ ആവണം. ചിന്നു, ഒരു മനഃപൂർവ്വം മെല്ലെ ഇറങ്ങി വരികയാണ് നമ്മളിവിടെ നിർത്താൻ വേണ്ടിയിട്ട്. ചിന്നു, നമുക്കൊന്ന് പോയി തിരക്കാലോ? നിങ്ങൾ എന്താ അവിടെ തന്നെ നിന്ന് വന്നത്? ഇങ്ങോട്ട് വേഗം ഇറങ്ങി വാ, നമുക്ക് മേലെ കയറി പോണം. നീ പോകണ്ടേ അവിടുന്ന്? അവിടെ അങ്ങ് കാത്തു നിന്നാ ഞങ്ങൾ മെല്ലെ തന്നെ ഇറങ്ങുള്ളൂ. ഒരു വീട്ടിൽ ഉണ്ടാക്കി കൊടുത്ത സ്റ്റെപ്പാണെന്നാണ് അവളെ വിചാരം. എന്ന് നിങ്ങൾക്ക് മോൾ പോയിട്ട് അത്യാവശ്യം. ചിന്നു, അനി ടീച്ചർ വരുന്നോ? ചക്കി, വേഗം ഇറങ്ങിക്കോ. ഇപ്പൊ തൽക്കാലം നിങ്ങൾ ജയിച്ചു. അതെ, അത്ര അഹങ്കരിക്കൊന്നും വേണ്ട. ഈ തോൽവി വിജയത്തിന്റെ വെറും മുന്നോടി മാത്രമാണ്. നോക്കിക്കോ, ഞങ്ങൾ അടുത്ത തവണ ജയിച്ചിരിക്കും. അടുത്ത പ്രാവശ്യം തോൽക്കുമ്പോഴേ ഇതെന്നെ പറയണേ. കടിച്ചു പറു. നീ പൊടി മഞ്ഞമുടിയേ, മഞ്ഞമുടിക്കാരത്തി. മീനു, വാ മീനു, നമുക്ക് പോകാം. അവർക്കുള്ള പണി പിന്നെ കൊടുക്കാം. ഇപ്പൊ തൽക്കാലം ഞങ്ങൾ പോണു. ഞങ്ങൾ തോറ്റെന്ന് കേട്ടേ അധികം സന്തോഷിക്കണ്ട. നിങ്ങൾക്കുള്ള പണി ഞങ്ങൾ വെച്ചിട്ടുണ്ട്. എടി പ്രിയ, ഈ ചോദ്യമൊക്കെ വരുവടി? വരാൻ ചാൻസ് ഉണ്ടെന്നാ മിസ് പറഞ്ഞത്. ഷോ, അതാണെങ്കിലേ പഠിച്ചിട്ട് അങ്ങോട്ടേ തലക്കകത്തേക്ക് കേറുന്നുമില്ല. അതാണെങ്കിലേ 10 മാർക്കിനുള്ള ചോദ്യാണ്. മലയാള കഥാസാഹിത്യത്തിലെ പ്രമുഖനായ എഴുത്തുകാരൻ, കാർട്ടൂണിസ്റ്റ്, ചിന്തകൻ, പത്രപ്രവർത്തകൻ തുടങ്ങിയ എല്ലാ നിലകളിലും പ്രശസ്തൻ. എടി ഒന്ന് മെല്ലെ വായിക്കടി, എനിക്ക് മനസ്സിലാവണില്ല. നീ അങ്ങോട്ട് മാറി നിൽക്ക്, എനിക്ക് ഉറക്കനെ വായിച്ചാലേ മനസ്സിലാവുള്ളൂ. 1930 ജനനം, ഖസാക്കിന്റെ ഇതിഹാസം, ധർമ്മപുരാണം, ഗുരുസാഗരം, തലമുറകൾ, കടൽ തീരത്തെ, കാറ്റു പറഞ്ഞ കഥ, ഒരു സിന്ദൂരപ്പൊട്ടിന്റെ ഓർമ്മക്കായി തുടങ്ങിയവ പ്രധാന കൃതികൾ. 2005 അന്തരിച്ചു. ഞാനൊന്നും വായിക്കണമൊന്നുമില്ല. നീ പഠിക്കുന്ന കേട്ടാ എനിക്കൊന്ന് പഠിഞ്ഞോളൂല്ലോ ഇങ്ങനെ ഉറക്കനെ വായിച്ചാല്. ഓ പെണ്ണെ, നീ ഒന്ന് വിട്ടുപോ. നീ എന്തിനാ എന്റെ അടുത്തന്നെ വന്ന് നിൽക്കണേ? കുറച്ച് വിട്ടുപോയി പഠിക്ക്. വീട്ടിലാണെങ്കിൽ ഞാൻ ചിന്നുവിന്റെ ശല്യം. ചിന്നു മിന്നു ഒരു സംശയം ചോദിച്ചാൽ അങ്ങോട്ട് വരും. അപ്പൊ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ നിൽക്കണം. ഓ വി വിജയൻ, മലയാള കഥാസാഹിത്യത്തിലെ പ്രമുഖനായ എഴുത്തുകാരൻ. എടി ഞാനിനി പുസ്തകം നോക്കാതെ ഒന്ന് പറയട്ടെ, നീ ഒന്ന് നോക്കുവോ ഇത് ശരിയാണോന്ന്? ഞാൻ നോക്കാം. അല്ലാതെ ഇപ്പൊ എനിക്ക് പഠിക്കാനൊന്നും പറ്റുന്നില്ലല്ലോ. നീയെങ്കിലും ശരിക്ക് പഠിക്ക്. എന്നിട്ട് എനിക്ക് പറഞ്ഞു തന്നാ മതി. അവിടെ പൊളിച്ചു വേണമെങ്കിൽ അവിടെ പഠിച്ചോ, ഞാനൊന്നും പറഞ്ഞില്ല. ഒക്കെ സ്വന്തമായിട്ട് പഠിച്ചിട്ട് എഴുതിക്കോ. എപ്പോഴും ഞാനുണ്ടാവും നിന്റെ കൂടെ പരീക്ഷയ്ക്ക് പറഞ്ഞു തരാന്. എടി ഒന്ന് നോക്ക്, ഞാൻ ബുക്ക് നോക്കാതെ പഠിച്ചത് പഠിഞ്ഞോ നോക്കട്ടെ, ഒന്ന് നോക്കുവോ? ആ നീ പറ. ഒ വി വിജയൻ, മലയാള കഥാസാഹിത്യത്തിലെ പ്രമുഖനായ എഴുത്തുകാരൻ, കാർട്ടൂണിസ്റ്റ്, ചിന്തകൻ, പത്രപ്രവർത്തകൻ തുടങ്ങിയ എല്ലാ നിലകളിലും പ്രശസ്തൻ. ഇതുവരെ ഓക്കെ ആണോടി? ആ ബാക്കി പറ. പാലക്കാട് ജില്ലയിൽ 1930 ജനനം, ഖസാക്കിന്റെ ഇതിഹാസം, ധർമ്മപുരാണം, ഗുരുസാഗരം, തലമുറകൾ, കടൽ തീരത്തെ, കാറ്റു പറഞ്ഞ കഥ, ഒരു സിന്ദൂരപ്പൊട്ടിന്റെ ഓർമ്മക്കായി തുടങ്ങിയവ പ്രധാന കൃതികൾ. 2005 അന്തരിച്ചു. കറക്റ്റ് ആണോടി? തെറ്റിയോ? ഇല്ലല്ലോ, ഒക്കെ ശരിയായി. ഇനി അടുത്തത് പഠിച്ചോ? ആ ഒന്നുകൂടി ഓടിച്ചു നോക്കട്ടെ, എന്നിട്ട് അടുത്തത് പഠിക്കാം.
എടി നാലപ്പാട്ട് നാരായണമേനോൻ അത് പഠിക്കണ്ടേ? വേണം. ഏതാ വരികയെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഡീ നോക്കടി, അനന്തൊക്കെ വരുന്നോ? ഈ പെണ്ണെ അങ്ങോട്ട് വായി നോക്കി നിൽക്കാതെ നിന്ന് പഠിക്ക്. അവൾക്ക് പഠിക്കുന്ന സമയത്ത് ആരൊക്കെ പോണ എന്താ എല്ലാം കാണണം. എടാ അനന്തു, നീ എന്താ ഇന്ന് യൂണിഫോം ഇടാത്തേ? ഞാൻ കളി കഴിഞ്ഞ് വരിക ഗൗരി. ഇന്ന് എക്സാം ആണെന്ന് അറിയില്ലേ? എന്നിട്ട് പഠിക്കണമൊന്നുമല്ലേ? അതിനല്ലേ നീയൊക്കെ പഠിക്കുന്നേ, എനിക്ക് പറഞ്ഞതല്ലേ. വേണമെങ്കിൽ സ്വന്തമായി പഠിച്ചോ, ഞാനൊന്നും പറഞ്ഞു തരില്ല. എടി ഗൗരി, നിനക്ക് സംസാരിക്കാമെങ്കിലേ നീ അപ്പുറത്തേക്ക് പോ, എനിക്ക് പഠിക്കണം. ഓ, ഞാനൊന്നും മിണ്ടുന്നില്ല. ഗൗരി, നീ ഫുള്ളും പഠിച്ചോ? എടാ അനന്തു, സോപ്പിട്ടിട്ടൊന്നും കാര്യമല്ല. ഞാൻ പറഞ്ഞു തരില്ല. എടാ അനന്തുവേ, ഇനി നീ ഇങ്ങോട്ട് പോന്നടാ. കിട്ടാനുള്ളതൊക്കെ കിട്ടിയില്ലേ? അവളോടൊക്കെ വെറുതെയാ ചോദിക്കുന്നത്, അവളൊന്നും പറഞ്ഞു തരില്ല. നീ ഇങ്ങോട്ട് പോര്. എടാ ഞാൻ പഠിച്ചിട്ടുണ്ടടാ, നിനക്ക് ഞാൻ പറഞ്ഞു തരാ. അതെനിക്കത്ര വിശ്വാസം പോരാ, അതാ. എന്നാ ഞാൻ പറഞ്ഞു തരില്ല നിനക്കൊന്നും. എടാ ഞാൻ വെറുതെ ഒരു തമാശ പറഞ്ഞതല്ലേ, നീ അതൊക്കെ അപ്പൊക്കിനും കാര്യാക്കിയോ? ഇവിടെ നിന്നൊന്നും സംസാരിക്കാതെ മാറിപ്പോയിക്കൂടെ? ഇതെന്താ നിനക്ക് മാത്രം നിൽക്കാനുള്ള സ്ഥലമാണോ? ഞങ്ങളല്ലേ ഇവിടെ ആദ്യം വന്ന് നിന്നത്. അതിനെന്താ, വേറെ ആർക്കും ഇതിലെ വരാൻ പാടില്ലേ? ഓ, നീ ഒന്ന് പോ അവിടുന്ന്. എനിക്ക് നിന്നോട് തർക്കിക്കാൻ സമയമില്ല. നീ നിൽക്കുന്നിടത്തേക്ക് ആരും വരാൻ പാടില്ല എങ്കിൽ വീട്ടിൽ നിന്നാ മതി. സ്കൂളാവുമ്പോൾ എല്ലാവരും ഉണ്ടാവും ഇവിടെ. എടി പ്രിയ, നീ ഒന്നും മിണ്ടാതിരിക്ക്. എന്തിന്? അവനെ പേടിച്ചിട്ടോ? ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് മിസ്സിനോട്, നീ യൂണിഫോം ഇട്ട് വരാത്തത്. ഓ, നീ പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ മിസ്സിന് കണ്ണു കാണില്ലായിരിക്കും ഞാൻ യൂണിഫോം ഇടാത്തത്. നീ പോടോ. എടാ പോടാന്നൊക്കെ ഇവിടെ വന്നിട്ടല്ല വിളിക്കേണ്ടത്, നിന്റെ വീട്ടിൽ പോയി വിളിക്ക്. പഠിക്കാൻ സമ്മതിക്കത്തില്ല, ശല്യങ്ങള്. അനന്തു വേണ്ടടാ, വാ. നീ ഒന്ന് പോടാ. ഇവൾക്ക് ഇത്തിരി അഹങ്കാരം കൂടുതലാ, അതൊന്ന് കുറച്ചു കൊടുക്കണം. നിനക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. മിസ് ഒന്ന് ഇങ്ങോട്ട് വരട്ടെ. ഓ, നീ പറഞ്ഞാൽ മിസ് എന്നെ ഈ സ്കൂളിൽ നിന്ന് തന്നെ പുറത്താക്കും. കാണിച്ചു തരണം ഞാൻ. എടി പ്രിയ, നീ ഒന്നും മിണ്ടാതിരിക്ക്. അവൻ അവന്റെ പാട്ടിന് പോയിക്കോട്ടെ. അതിനെന്താ, അവൻ പോയിക്കോട്ടെ. ഞാൻ ഇവിടെ പിടിച്ചു കെട്ടിയിട്ടിട്ടൊന്നുമില്ലല്ലോ. ഓ, അഹങ്കാരത്തിന് കയ്യും കാലും വെച്ച പെണ്ണ്. നീ ഒന്ന് പോടാ അവിടുന്ന്. ഞങ്ങളെ നിന്നെ പോലെ കളിക്കാൻ നടക്കല്ല, ഞങ്ങളിവിടെ പഠിക്കാ. ഇന്ന് എക്സാമാ. ഓ, എക്സാം ആണോ? പറഞ്ഞത് നന്നായി. ഞാൻ എന്നാ പോയിട്ട് പഠിക്കട്ടെ. അവള് പറഞ്ഞിട്ട് വേണല്ലോ എക്സാം ആണെന്ന് ഞാൻ അറിയാൻ. എടാ അനന്തു, നീ ഒന്ന് അടങ്ങ്. എന്തിനാ വെറുതെ പ്രശ്നം ഉണ്ടാക്കുന്നത്? ആ പെണ്ണിന്റെ കാട്ടിക്കൂട്ടി കാണുമ്പോ ദേഷ്യം വരിക. വലിയ ഐശ്വര്യറായി ആണെന്ന വിചാരം. കണ്ടോടി, അവൻ പിണങ്ങിപ്പോയി. എന്നാലേ നീ കൂടി ചെന്ന് സമാധാനിപ്പിക്ക്. അയ്യോ, നിന്നോടൊന്നും പറയാൻ ഞാനില്ല. വെറുതെ എന്തിനാ പ്രിയ നീ അവരോട് പ്രശ്നം ഉണ്ടാക്കുന്നേ? എടി, ഞാൻ അങ്ങോട്ടാണ് പ്രശ്നത്തിന് പോയത്. അവൻ ആദ്യം ഇങ്ങോട്ടല്ലേ വന്നേ? ഓ, നിന്നോട് തർക്കിക്കാനൊന്നും ഞാനില്ല. കൂട്ടുകാരിയായി പോയി, സഹിച്ചല്ലേ പറ്റുള്ളൂ. അല്ലെങ്കിൽ നിനക്ക് അവൻ വരുമ്പോൾ അവന്റെ ഭാഗത്ത് നിൽക്കൽ ഇത്തിരി കൂടുതലാ. ഞാനൊന്നും മിണ്ടുന്നില്ല. നീ എന്താന്ന് വെച്ചാ ചെയ്യേ.